രണ്ടാമത്തെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം പൂർത്തിയായി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിലാണ് വാദം. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് രണ്ടാമത്തെ പീഡന കേസിലെ പരാതിക്കാരിയുടെ മൊഴി. ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. ലൈംഗികാതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ല എന്നറിയിച്ചു എന്നുമാണ് മൊഴി. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, വിശദമായി തന്നെ കാര്യങ്ങൾ പെൺകുട്ടി അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ആ മൊഴി പകർപ്പാണ് കോടതിയിൽ സമർപ്പിച്ചത് അന്വേഷണ സംഘം. എപ്പോഴാണ് വിധി ഉണ്ടാവുക? വാദം പൂർത്തിയായില്ലേ? മനീഷ്, കേൾക്കാമോ? അനുജ, നിലവിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഇത് വളരെ ഗൗരവത്തിലുള്ള ഒരു കേസാണെന്നുള്ള കാര്യം കോടതിയെ ബോധിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ അതിജീവിതയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഇന്നലെയാണ് AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ബാംഗ്ലൂരിലെത്തി 23കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൊഴിയിലെ വിശദാംശങ്ങളാണ് ഏറെ ഞെട്ടിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒന്നാമത്തെ കേസിനേക്കാൾ ഗുരുതര സ്വഭാവമുള്ളതാണ് രണ്ടാമത്തെ കേസ് തെളിയിക്കുന്നതാണ് ഈ പെൺകുട്ടി നിലവിൽ അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ള മൊഴി എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ഒരു ബ്രൂട്ടൽ റേപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. ഈ സംഭവം നടന്നത് 2023-ലാണ്. അന്ന് ഈ പെൺകുട്ടിയുമായി സൗഹൃദം ഉണ്ടായിരുന്നു. ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ എത്തിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു. ഐ വാണ്ട് ടു റേപ്പ് യു എന്ന രീതിയിൽ വളരെ പൈശാചികമായി തന്നെ പീഡിപ്പിച്ചു എന്ന്, അതൊപ്പം തന്നെ ശരീരമാസകലം മുറിവേൽപ്പിച്ചു എന്ന് കൂടി പെൺകുട്ടി പറയുന്നുണ്ട്. ഈ പീഡനത്തിന് ശേഷം പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറേ നാളോളം ഈ പെൺകുട്ടിയുടെ ഫോൺ വിളികൾക്കോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെടാൻ തയ്യാറായില്ല. പിന്നീട് ആദ്യം വിവാഹ വാഗ്ദാനം ആദ്യം ഈ പെൺകുട്ടിയോട് നടത്തിയായിരുന്നു പീഡനം. എങ്കിൽ പിന്നീട് ഈ പീഡനത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് ഒഴിഞ്ഞു. അത് ഒഴിവാക്കിയ ശേഷം പിന്നീട് ഈ പെൺകുട്ടിയുമായി ബന്ധമില്ലായിരുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം പെൺകുട്ടി താമസിക്കുന്ന കേരളത്തിലെ വീട്ടിലെത്തിയ ശേഷം അതിൻ്റെ വാതിക്കൽ വാഹനവുമായി എത്തിയ ശേഷം തൻ്റെ കൂടെ വരണമെന്നും എന്ന രീതിയിലുള്ള ഭീഷണിപ്പെടുത്തി. അങ്ങനെ പെൺകുട്ടിക്ക് പിന്നീട് ഇയാളെ കാണുന്നത് തന്നെ വളരെ ഭീതിയായിരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതി നൽകണമെന്ന് പലവട്ടം ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഭയമായിരുന്നു എന്ന് പെൺകുട്ടി പിന്നീട് ഈ അന്വേഷണ സംഘത്തോട് പറയുന്നത്. ഇപ്പോഴും തനിക്ക് കേസുമായി മുന്നോട്ട് പോകുന്നതിൽ ഭയമുണ്ട്. ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ ക്രൂരമായിട്ടുള്ള അനുഭവമാണ് എന്നാണ് പെൺകുട്ടി നിലവിൽ മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പെൺകുട്ടിയുടെ രഹസ്യ മൊഴി എന്ന രീതിയിലാണ് അത് രജിസ്റ്റേർഡ് കവറായി തന്നെ നിലവിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. പ്രതിഭാഗം സ്വാഭാവികമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിലും ജാമ്യം നൽകണമെന്ന കാര്യം ആവർത്തിച്ചു. ഒന്നാമത്തെ കേസിലെ പോലെ ആവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ ആദ്യത്തെ കേസിലും ഇതേ കോടതി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഈ കേസിൽ ആദ്യത്തെ കേസിൽ ഹൈക്കോടതി 15 വരെ ആ കേസ് പരിഗണിക്കുന്നത് വരെയുള്ള അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ പക്ഷേ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. പക്ഷേ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടേണ്ട എന്ന നിലപാടിലേക്ക് SIT എത്തിച്ചേർത്തിരിക്കുന്നു. പക്ഷേ രാഹുൽ എവിടെയാണെന്നുള്ള കാര്യം കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ രാഹുലിനെ സഹായിക്കുന്നവരെയും നിലവിൽ നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുകയാണ് SIT. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവ് നശിപ്പിക്കലടക്കമുള്ള കാര്യങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പിച്ച ശേഷമാണ് രാഹുലിനെ പിടികൂടാത്ത എന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കേസിൽ ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചതിൻ്റെ വാദം പൂർത്തിയായ ശേഷം അല്പസമയത്തിനകം തന്നെ അതിൽ വിധി പറയും. ഒന്നെങ്കിൽ നാളേക്ക് വിധി പറയുക, അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം കോടതി കൂടുന്ന സമയത്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ ജാമ്യം നൽകുമോ ഇല്ലയോ എന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പറയുക. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.